2024 ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ അരങ്ങേറിയ ബഹുജന പ്രക്ഷോഭത്തെ തുടർന്നുള്ള ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ഇടക്കാല സർക്കാരിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹീദ് ഹുസൈൻ അറിയിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് സർക്കാരിന്റെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചെന്നും എന്നാൽ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും പറയാനില്ലെന്നുമാണ് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാളിന്റെ മറുപടി. കുറ്റവാളികളെ പരസ്പരം കൈമാറുമെന്ന വ്യവസ്ഥ നിലനിൽക്കെയാണ് ഇന്ത്യ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. മനുഷ്യത്വത്തിനെതിരായുള്ള കുറ്റകൃത്യവും വംശഹത്യവും ചുമത്തിയാണ് ധാക്ക ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഹസീനയെ കൂടാതെ മുൻ സർക്കാരിലെ ക്യാബിനറ്റ് മന്ത്രിമാർ, ഉപദേഷ്ടാക്കൾ, മിലിറ്ററി സിവിൽ ഓഫീസർമാർ എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറന്റ് ഉണ്ട്. പ്രക്ഷോഭത്തെ തുടർന്ന് രൂപീകരിച്ച ഇടക്കാല സർക്കാരിന്റെ 100ാം ദിവസത്തിൽ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് ഷെയ്ഖ് ഹസീനയെ രാജ്യത്ത് തിരികെ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിന്റെ ഔദ്യോഗിക അറിയിപ്പ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. അതോടെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കുന്ന വിഷയമായി മാറിയിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന. 1975 ബംഗ്ലാദേശിലുണ്ടായ സൈനിക അട്ടിമറിയിൽ ഷെയ്ഖ് ഹസീനയുടെ പിതാവ് മുജീബുർ റഹ്മാൻ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഹസീന അന്ന് ഇന്ത്യയിലേക്ക് അഭയം തേടി വന്നത്. 6 വർഷത്തോളം ഇന്ത്യ ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകുകയുണ്ടായി. പിന്നീട് അവർ സ്വന്തം രാജ്യത്തിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും പട്ടാള ഭരണത്തിനെതിരെയും ജനാധിപത്യത്തിനു വേണ്ടിയും നിരന്തരം വാദിക്കുകയും പോരാടുകയും ചെയ്തു. ഇതിന്റെ പേരിൽ നിരവധി തവണ വീട്ടുതടങ്കലിലാവേണ്ടി വന്നിട്ടുണ്ട് ഹസീനയ്ക്ക്. ബംഗ്ലാദേശിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന അവാമി ലീഗിന്റെ ആദ്യകാല നേതാക്കളിലൊരാളായിരുന്നു ഹസീനയുടെ പിതാവ് മുജീബുർ റഹ്മാൻ. ഇന്ത്യ വിഭജനത്തിന് ശേഷം നിലവിൽ വന്ന കിഴക്കൻ പാകിസ്ഥാന്റെ സ്വയംഭരണത്തിനു വേണ്ടി പോരാടിയ പാർട്ടിയാണ് അവാമി ലീഗ്. പിതാവിന്റെ മരണശേഷം ഇളയ മകൾ ഷെയ്ഖ് ഹസീനയായിരുന്നു അവാമി ലീഗിന്റെ പ്രധാന നേതാവ്. 1996 ഹസീന ആദ്യമായി പ്രധാനമന്ത്രി പദവിയിലെത്തി. ആ സമയത്തെല്ലാം ബംഗ്ലാദേശിനെ ഒരു ക്ഷേമരാഷ്ട്രമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്കാണ് ഹസീന മുൻകൈയെടുത്തത്. 2001 ഭരണം നഷ്ടമായെങ്കിലും 2009 വീണ്ടും അധികാരത്തിലെത്തി. എന്നാൽ അക്കാലം മുതൽ ഹസീനയുടെ ജനാധിപത്യ ബോധ്യത്തിന് മങ്ങലേറ്റു തുടങ്ങി. രാഷ്ട്രീയ എതിരാളികളെ വിവിധ കേസുകളിൽ പെടുത്തി ഇല്ലാതെയാക്കി. ജമാഅത്തെ ഇസ്ലാമിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കി. ഡിജിറ്റൽ സെക്യൂരിറ്റി ആക്ട് പോലെയുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് ഭരണകൂടത്തെ വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകരെ തടങ്കലിൽ വെച്ചു. വീടുകളിൽ നിന്നും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ പലരെയും പിന്നീട് കണ്ടെത്തിയിട്ടില്ല. പ്രതിപക്ഷ ശബ്ദങ്ങളെയെല്ലാം അടിച്ചമർത്തി. ജനാധിപത്യത്തിനു യാതൊരു ഇടവും നൽകാത്ത തികഞ്ഞൊരു സ്വേച്ഛാധിപതിയായി ഹസീന മാറുന്ന കാഴ്ചയ്ക്കാണ് ബംഗ്ലാദേശ് പിന്നീട് സാക്ഷ്യം വഹിച്ചത്. എന്നിട്ടും 2024 തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ഹസീന തന്നെ ഭരണം നിലനിർത്തി. പ്രധാന പ്രതിപക്ഷം ബഹിഷ്കരിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അത്. 3 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അതിജീവിക്കേണ്ടി വന്നത് 19 വധശ്രമങ്ങളെയാണ്. വലിയ വിദ്യാർത്ഥി ബഹുജന പ്രക്ഷോഭത്തെ തുടർന്നാണ് 2024 ഓഗസ്റ്റ് 5 15 വർഷം തുടർച്ചയായി ഭരിച്ച ഷെയ്ഖ് ഹസീനയ്ക്ക് രാജിവെച്ച് രാജ്യം വിടേണ്ടി വന്നത്. 1971 ബംഗ്ലാദേശ് വിമോചനത്തിൽ പങ്കുചേർന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും അവരുടെ പിൻതലമുറയ്ക്കും സർക്കാർ സർവീസിൽ 30% സംവരണം ഏർപ്പെടുത്തിയതാണ് പ്രക്ഷോഭം രൂപപ്പെടാനുള്ള പ്രധാന കാരണം. 2018 മുതൽ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ബംഗ്ലാദേശിൽ അരങ്ങേറുന്നുണ്ട്. ആ സമയത്ത് സംവരണം ഒഴിവാക്കാൻ തയ്യാറാണെന്നായിരുന്നു ഷെയ്ഖ് ഹസീന അറിയിച്ചത്. എന്നാൽ അവാമി ലീഗിന് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിൻതലമുറക്കാരുടെ വോട്ട് ബാങ്ക് നഷ്ടമാകുമോ എന്ന സംശയം അവർക്കുണ്ടായിരുന്നു. 2024 ജനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീന വീണ്ടും അധികാരത്തിലേറുകയും ജൂണിൽ സംവരണം റദ്ദാക്കിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും സംവരണം തിരികെ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ജൂലൈ 21 സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെടുകയും സംവരണം 30-ൽ നിന്ന് 7% ചുരുക്കുകയും ചെയ്തു. എന്നാൽ ഈ സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നും മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള റിക്രൂട്ട്മെന്റ് നടത്തണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളുടെ വൻതോതിലുള്ള പ്രതിഷേധമാണ് രാജ്യമെമ്പാടും അരങ്ങേറിയത്. ഭരണകൂടത്തിന്റെ സംവരണ നയത്തോടൊപ്പം വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം, മാധ്യമ സ്വാതന്ത്ര്യമില്ലായ്മ, ജനാധിപത്യ വിരുദ്ധത, ഏകാധിപത്യം, അഴിമതി, ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ്, പ്രതിഷേധത്തിനിടെയുണ്ടായ കൂട്ടക്കൊല തുടങ്ങി നിരവധി കാരണങ്ങൾ ബംഗ്ലാദേശിലെ ജനങ്ങൾ തെരുവിലിറങ്ങാൻ കാരണമായി മാറി. ബഹുജനങ്ങളോടൊപ്പം പ്രതിപക്ഷ പാർട്ടികളും പങ്കുചേർന്നു. നിരവധി പേരാണ് പ്രതിഷേധത്തിനിടെ കൊല്ലപ്പെട്ടത്. സൈന്യത്തെ രംഗത്തിറക്കിയാണ് ഭരണകൂടം പ്രതിഷേധക്കാരെ അടിച്ചമർത്തിയത്. പോലീസിന്റെ കൂടെ ചേർന്ന് അവാമി ലീഗ് പ്രവർത്തകരും പ്രതിഷേധക്കാരെ മർദ്ദിച്ചു. ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ ഏറ്റവും അക്രമാസക്തമായ അടിച്ചമർത്തലായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്.
സർക്കാർ ഔദ്യോഗികമായി 875 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത് ഏകദേശം 3000 വിദ്യാർത്ഥികളും സാധാരണക്കാരും കൊല്ലപ്പെട്ടു എന്നാണ്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ആംനസ്റ്റി ഇന്റർനാഷണലും കൊലപാതകങ്ങളെക്കുറിച്ച് സ്വതന്ത്രമായ അന്വേഷണത്തിന് ആഹ്വാനം ചെയ്തു. തെരുവിലിറങ്ങി സമരം ചെയ്യുന്നത് വിദ്യാർത്ഥികളല്ല, ക്രിമിനലുകളാണെന്നായിരുന്നു ഹസീനയുടെ വാദം. പ്രക്ഷോഭം രൂക്ഷമായപ്പോഴും അധികാരത്തിൽ നിന്ന് താഴെയിറങ്ങാൻ ഹസീന തയ്യാറായിരുന്നില്ല. മകന്റെയും സൈനിക മേധാവികളുടെയും ഉപദേശത്തിന്റെ പുറത്താണ് രാജിവെച്ച് ഹസീന ഇന്ത്യയിലേക്ക് എത്തിയത്. ഹസീന ഇന്ത്യയിലെത്തിയതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിനെ അറിയിച്ചിരുന്നു. 179 കൊലക്കുറ്റങ്ങളടക്കം 200ഓളം കേസുകളാണ് നിലവിൽ ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശിലുള്ളത്. അതിൽ തന്നെ മനുഷ്യത്വത്തിനെതിരായുള്ള കുറ്റങ്ങൾ, വംശഹത്യ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. ഇവയെല്ലാം തന്നെ ഇരു രാജ്യങ്ങളിലും 1 വർഷത്തിൽ കൂടുതൽ തടവ് ലഭിക്കാവുന്നതോ വധശിക്ഷ ലഭിക്കാവുന്നതോ ആയ കുറ്റങ്ങളായതുകൊണ്ട് തന്നെ ഹസീനയെ വിട്ടുകിട്ടാനുള്ള ബംഗ്ലാദേശിന്റെ അപേക്ഷ ഇന്ത്യ എന്തായാലും പരിഗണിക്കേണ്ടി വരുമെന്നാണ് വിദേശകാര്യ വിദഗ്ധർ പറയുന്നത്. രാഷ്ട്രീയ സ്വഭാവമുള്ള അപേക്ഷയാണെങ്കിൽ മാത്രമേ നിരസിക്കാൻ സാധിക്കൂ. കൊലപാതകം, അക്രമം, തട്ടിക്കൊണ്ടുപോകൽ, ഭീകരവാദം തുടങ്ങി 13ഓളം കുറ്റകൃത്യങ്ങൾ രാഷ്ട്രീയ കുറ്റങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ നിയമപരമായി വിട്ടു നൽകേണ്ടി വരും. ഇന്ത്യ അതിന് തയ്യാറാകുമോ? ഇല്ലെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാവുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുക.